സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വ വിതരണം ഔപചാരികമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ആദരണീയനായ ദേശീയ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അംഗത്വം നൽകിക്കൊണ്ടാണ് ഈ അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചത്. പുതുതായി രാജ്യവ്യാപകമായി 10 കോടി അംഗങ്ങളെ ചേർക്കാനുള്ള വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇപ്പോൾ 21 കോടി അംഗങ്ങളാണ് രാജ്യവ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഈ വർഷത്തെ അംഗത്വ ക്യാമ്പയിൻ 10 കോടി പുതിയ അംഗങ്ങളെ കൂടി ചേർക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അംഗത്വ വിതരണത്തിനായി നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഔപചാരികമായി കേരളത്തിൻ്റെ മെമ്പർഷിപ്പ് ലോഞ്ചാണ്. വൈകിട്ട് ചടങ്ങുകൾ, ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. പക്ഷെ കാലത്ത് മുതൽക്ക് തന്നെ പ്രവർത്തകർ വീടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ചെന്ന് പാർട്ടിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്ന ക്യാമ്പയിൻ ആരംഭിക്കുക. 50 ലക്ഷം അംഗങ്ങളെ ചേർക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം എത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വന്നതിനോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം വളരെ ബോധ്യമായി. മോദി സർക്കാരിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ, ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്താണ്. മോദി സർക്കാർ 3ാം തവണയും കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കേരളത്തിന് വലിയ പുരോഗതിയാണ് കഴിഞ്ഞ 10 വർഷം മോദി സർക്കാരിലൂടെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ LDFനും UDFനും കഴിയില്ല. 2 മുന്നണികളും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും വർഗീയ പ്രീണനത്തിലും അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2 മുന്നണികളെയും മാറ്റി ഒരു പുതിയ ശക്തി കേരളത്തിൽ ഉദയം ചെയ്യുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തുടക്കമാണ് കുറിച്ചത്. ഇനി അങ്ങോട്ട് കേരളത്തിൽ BJPയുടെ യുഗമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭരിക്കുന്ന കക്ഷിയായിട്ടുള്ള CPM തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം അതാണ് കാണിക്കുന്നത്. പിണറായി വിജയൻ്റെ കാലത്തോടുകൂടി CPM അസ്തമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ എല്ലാ അന്വേഷണങ്ങൾക്കും തടയിടാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നത്. പാർട്ടിയുടെ തന്നെ ഒരു MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന 2 പ്രധാന കക്ഷികൾ ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു. ഇതാണ് CPM MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൻ്റെ കാതൽ. പോലീസ് മേധാവി ആയിട്ടുള്ള ADGP തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിങ്ങിന് അദ്ദേഹം സഹായിക്കുന്നു. അദ്ദേഹം കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നു. ഫോൺ ചോർത്തുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം ഫോൺ ചോർത്തുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണം ഒരു ഭരണകക്ഷി MLA ഉയർത്തിയിട്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത് മല എലിയെ പ്രസവിച്ച പോലെ വലിയ വർത്തമാനമായിരുന്നു. ഇന്നലെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ എല്ലാ ദുർനടപ്പുകൾക്കും, എല്ലാ അഴിമതികൾക്കും, എല്ലാ തരത്തിലുള്ള നിയമലംഘന പ്രവൃത്തികൾക്കും കൃത്യമായിട്ടുള്ള തെളിവുകൾ ADGP അജിത് കുമാറിന്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൊടാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത്. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് CMന്റെ ഓഫീസിനെതിരായിട്ടാണ്. ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല. ഇപ്പം നടക്കുന്നത് ഒരു നാടകം മാത്രമാണ്. CPMന്റെ നേതാക്കളെ തന്നെ മുഖ്യമന്ത്രി കബളിപ്പിക്കുക. ഇന്നലെ വലിയ വായിൽ ഗോവിന്ദ മാഷ് പറഞ്ഞു ശക്തമായ നടപടി ഉണ്ടാവും. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു മുഖം നോക്കാൻ നടപടി ഉണ്ടാവും. ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയിട്ടാണോ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്? ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. പാർട്ടി അണികളെ കബളിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ADGP അജിത് കുമാറിനെതിരായി, ശശിക്കെതിരായി ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇവർ 2 ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? ഇത് കൃത്യമായിട്ടുള്ള ഒരു കള്ളക്കളിയാണ്. കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്.
ഇത് ഒരു കാരണവശാലും കേരളത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം. ഗുരുതരമായ കേസാണ്. ഫോൺ ചോർത്തിയിരിക്കുന്നു, സ്വർണം കടത്തിയിരിക്കുന്നു, മയക്കുമരുന്നുകാരെ സഹായിക്കുന്നു, കൊലപാതകം നടത്തുന്നു, അനധികൃത സ്വത്ത് സമ്പാദ്യം, മാഫിയ പ്രവർത്തനം. ഇതെല്ലാം CM ഓഫീസിനെതിരെ ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളല്ല, മാധ്യമപ്രവർത്തകരല്ല, ഭരണകക്ഷി MLA തന്നെയാണ്, CPM MLA തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ KT ജലീൽ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു, മുൻ MLA മാർ വേറെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. CPM-നകത്ത് പല ആളുകളും ശക്തമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. DYFI-ക്കാരും CPI-ക്കാരും എല്ലാം പറയുന്നു. പക്ഷെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല. മുഖ്യമന്ത്രി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തെങ്കിലും നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര ഇളകും എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് നല്ല ഭയമുണ്ട് ഈ അന്വേഷണത്തെ. അതാണ് BJP കോൺഗ്രസ് അടക്കം നേരത്തെ ഉന്നയിച്ച ആരോപണമാണ് ഒരു ഭരണകക്ഷി MLA തന്നെ ശരിവെക്കുന്നത്. വീണ്ടും പറഞ്ഞതുപോലെ KT ജലീൽ, കാരാട്ട് റസാഖ് അടക്കമുള്ളവർ സമാന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗുരുതരമായ വിഷയമാണ്. കേന്ദ്ര ഏജൻസിക്ക് ഇടപെട്ടുകൂടെ? അല്ല, കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ഞാൻ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടല്ലോ. ഈ അന്വേഷണം ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസി കൈമാറണം. എന്ത് അന്വേഷണമാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ നടത്തുന്നത്? ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP-ക്കെതിരെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ വെച്ചിട്ട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? അപ്പൊ ഇത് കള്ളക്കളിയാണ്. ഈ അന്വേഷണം തൃപ്തികരമല്ല. മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെച്ച് അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ല, PV അൻവറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? PV അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ? PV അൻവർ പറഞ്ഞ വസ്തുത ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ? ഇനി അഥവാ PV അൻവർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടാവുമോ? ഗോവിന്ദൻ മാഷ് എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? മാഷെ, നിങ്ങൾക്ക് രാജിവെച്ചിട്ട് കാശിക്ക് പോകുന്നതല്ലേ നല്ലത്? നിങ്ങൾ ഇന്നലെ പറഞ്ഞു, പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞു, ശരിയായ അന്വേഷണം നടക്കും, എത്ര ഉന്നതനായാലും അന്വേഷണം നടക്കും. നിങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങളെല്ലാം ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഒരു ദിവസം ഇതാ ശശി മാറുന്നു, അജിത് കുമാർ മാറുന്നു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതൊരു നാണം കെട്ട അന്വേഷണമാണ് സർക്കാർ നടത്താൻ തീരുമാനിച്ചത്. അല്ല, വരട്ടെ, നമ്മളിത് കാത്തിരിക്കുന്നല്ലേ. ഇന്നലെ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് ആരംഭിക്കും. അതിൽ യാതൊരു സംശയവും. PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതൊന്ന് VS സുനിൽകുമാറും ശരിവെക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് സുനിൽകുമാറും പറയുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി അതൊക്കെ ചെയ്തു ADGP. VS സുനിൽകുമാറിന്റെ ഇതൊക്കെ പരാജയപ്പെട്ടവരുടെ ദീനരോധനമാണ്. ഇലക്ഷനിൽ തോറ്റതിന് തൃശ്ശൂർ പൂരത്തിന്റെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. സുരേഷ് ഗോപി ജയിച്ചത് 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം ആരോപണങ്ങൾ. അതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. സ്വർണം കടത്തിയോ, മയക്കുമരുന്ന് കടത്തിയോ, കൊലപാതകങ്ങൾ നടത്തിയോ, ടെലിഫോൺ ചോർത്തിയോ, ഇത്തരം ഗൗരവതരമായ ആരോപണങ്ങളിൽ നിന്ന് അനാവശ്യമായി എന്തിനാണ് നാം ശ്രദ്ധ തിരിച്ചുവിടുന്നത്? അൻവർ അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? അൻവർ പറഞ്ഞ എല്ലാം ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃതമായി ടെലിഫോൺ ചോർത്തിയിരിക്കുന്നു, അതല്ല അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മയക്കുമരുന്ന് ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അനധികൃത സ്വത്ത് സമ്പാദ്യം നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നു. ഇതൊന്നുമല്ല നിങ്ങൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ, ഈ അന്വേഷണം ഒരു നാടകമല്ല, ഒരു പ്രഹസനമല്ല നാടകം ഇവിടെ നടക്കുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരിയായി ശശിയെയും അജിത് കുമാറിനെയും മാറ്റി നിർത്തിയാൽ കസേരയിൽ ഇരിക്കാൻ മുഖ്യമന്ത്രി പിന്നെ കാണില്ല. മുഖ്യമന്ത്രിയുടെ എല്ലാ നടപടികൾക്കും വ്യക്തമായിട്ടും താങ്ങും തണലുമായി നിൽക്കുന്ന രണ്ടുപേരാണ്. അൻവർ ഈ ആരോപണം വെറുതെ ഉന്നയിച്ചാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഈ അൻവറിന്റെ ആരോപണം ശരിയായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്കുള്ള ആരോപണമാണ്. അതറിയില്ല. ഗോവിന്ദൻ മാഷ് വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നലെ രാവിലെ, പക്ഷേ ഇന്ന് കാണുന്നില്ല. നിങ്ങൾ കണ്ടോ ആരെങ്കിലും ഗോവിന്ദൻ മാഷ്? ഞാൻ പറഞ്ഞില്ലേ, ഗോവിന്ദൻ മാഷക്ക് നല്ലൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, കാശിയിട്ട് പോയിട്ട് നാമം ജപിക്കും മാഷേ. എല്ലാം അന്വേഷിക്കുന്നു ഇന്നലെ പറഞ്ഞിട്ട് എന്ത് അന്വേഷണമാണ് നിങ്ങൾ നടത്തുന്നത്?
വിട്ടോളൂന്ന് പൂരക്കളി എന്ത് വേണേ വിട്ടോട്ടെന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റിന് എന്താണ് ഒരു ആർജവം? ഏതിന്റെ കാര്യത്തിലാണ്? ഏത് കാര്യത്തിലാണ്? ഹേമ കമ്മിറ്റി എന്തായി? ഒരു കാര്യത്തിലും നടപടിയില്ലല്ലോ. ഈ കാര്യത്തിൽ ഒരു നടപടിയുമില്ല. ഇത് വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നു.